ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഇഫ്താർ വ്ളോഗ് തന്നെയാണ്. ഇന്നെൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊരു നോമ്പുതുറ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉമ്മയൊക്കെ പോയി, ഞാൻ ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്ക വന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഈദ് ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ ഡ്രസ്സ് എടുത്തില്ല, അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളെങ്ങനെ ബ്ലാക്ക് ഇട്ടത്? എങ്ങനെ ബ്ലാക്ക്? ഇറങ്ങി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങണേ. ടാറ്റാ. ഗേറ്റ് നിങ്ങൾ ഇറങ്ങി, ഞാൻ ഗേറ്റ് എടുക്കട്ടെ. നമ്മളിവിടെ സീല എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഫസ്റ്റ് കയറുന്നത്. നമുക്ക് പോയി നോക്കാം കളക്ഷൻസ് ഒക്കെ ഉണ്ടോന്ന്. എന്താ ഇവിടെ അതിന്റെ അയപ്പല്ലേക്കാ എന്താ നമ്മള് സില എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിലാണ് വന്നിട്ടുണ്ടായത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, മുണ്ടുപറമ്പ് എന്ന് പറയും. അവിടെ തന്നെയാണ് നമ്മൾ ഇവിടെ കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില ഷെയ്ഡ്സൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാനത് എടുക്കണ്ടെന്ന് കരുതിയെങ്കിൽ പോലും ഫസ്റ്റ് തന്നെ ഞാൻ പോയത് ഒരു യെല്ലോ ഷെയ്ഡിലായിരുന്നു. എന്നിട്ട് ഞാനൊരു യെല്ലോ ഷെയ്ഡ് ചുരിദാർ ഇട്ട് നോക്കി. എനിക്ക് സംഭവം ആ കളർ എൻ്റെ ഫേസിൽ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് ആ കളർ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ കുറേ ചുരിദാറുണ്ട്. നമ്മൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ ഷെയ്ഡ് എടുക്കില്ലാന്ന്, അതേപോലെ ബ്ലാക്ക് വൈറ്റ് അങ്ങനത്തെ കളേഴ്സൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇല്ലാത്തൊരു ഷെയ്ഡാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഗ്രീൻ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒന്നും എടുക്കാണ്ടാണ് പോയത്. നമ്മളപ്പോൾ നിങ്ങൾ സ്ഥിരം സ്വഭാവം തന്നെ, ഇനിയും ബെറ്റർ ആയിട്ടുള്ളത് കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ എടുക്കാണ്ട് പോയില്ല. അതേമാതിരി ഞാൻ ഇവിടുന്ന് എടുക്കാണ്ടാണ് പോയത്. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ 2 ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ലേ. അവിടുത്തെ രസമുണ്ടോ? ഞാൻ ഇട്ടത് രസമുണ്ടോ? അതെ, ഇപ്പോഴത്തെ മോഡലായതുകൊണ്ട് നമ്മള് പോവാൻ ചാൻസ് ഉണ്ട്. നമ്മളത് മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മാറ്റി വെക്കാൻ പറ്റൂല, സീസൺ ആയതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറൊരു ഷോപ്പിലും കൂടി കയറി നോക്കാം. അവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. വേറെ ഷോപ്പ് എനിക്കറിയില്ല. അതല്ല പെരിന്തൽമണ്ണ അതൊക്കെ അവിടെ നോക്കണം. അയാശില്ല, പെരിന്തൽമണ്ണ നോക്കണ്ട. ഇപ്പോഴല്ല, രാത്രി ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഷോപ്പിലും കേറി നമുക്ക് കിട്ടിയില്ല. ഈ മലപ്പുറത്ത് നല്ല ഷോപ്പുകളൊന്നും ഇല്ല. അത് പറയൂ, മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞാ തയ്യൂല നിങ്ങക്ക്. നിങ്ങളൊരു തിരൂരിക്കാട് അല്ലെങ്കിൽ തിരൂരിക്കാടാണ്. മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞ ലാസ്റ്റ് കെട്ടിയത് എവിടുന്ന മലപ്പുറത്തുനിന്ന്. അത് നമ്മൾ കുന്നുമല അസോട്ടിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അസോട്ടിക്കിൽ ഞാൻ ചുരിദാർ നോക്കി, അനാർക്കലി നോക്കി, അതിനുശേഷം ചുരിദാർ വിറ്റ് നോക്കി. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പറ്റിയ കളേഴ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പറ്റിയ കളേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇക്ക വൻ പോസ്റ്റായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതിൽ പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പിന്നെ ഒന്നും ഉണ്ടാകുന്നില്ല. ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ വേറെ നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ എഴുതി ടൈം ഉണ്ടായിരുന്നില്ല. 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ നിർത്തിയതായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ എത്തി. ഈ വരിയിൽ ഇറങ്ങുമോ? ഇവിടെ വണ്ടി വരാണ്ട് പറ്റൂല. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാവും. ഹായ് ഹായ്. എവിടെ ഉള്ളത്?
ഞാൻ ആയിക്കോട്ടെ ഇങ്ങനെ വരികയാണ്. ഹായ് ഹായ്, ഇത് ഷാനു. ഹായ് പറ. ആടാ ആ ഇത് ഞങ്ങൾ ഒരേ ഒരു അമ്മായി. തുറന്നാൻ ചെയ്യുന്നമ്മ. എന്നെ നോമ്പില്ലല്ലോ, നോമ്പില്ലല്ലോ. അങ്ങനെ എടുക്കരുത്. ഇത് പിങ്കി കാണുണ്ടടി. പിങ്കി നല്ല ചെറുക്കേക്കില്ലേ പിങ്കി നല്ല ചെറുക്കേക്കില്ലേ എടാ അതെന്താ ആര് സെറ്റാക്കി? ജിനു ഞാൻ കുറച്ചേ കഴിച്ചോളൂ. ഞങ്ങൾ ഒരേ ഒരു അമ്മോനാണ്. ഒന്നുമില്ല, കണ്ടപ്പോ രസം തോന്നി. ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അഭിനയല്ല കേട്ടോ. എന്ത് പറഞ്ഞെടുത്തത്? എന്താ? നാരങ്ങ വെള്ളം, പൈനാപ്പിളാ? ആണോ? ഓറഞ്ച് വെള്ളം, ഫ്രൂട്ട്സ് ഉണ്ട്, കൊക്കവടയുണ്ട്, സമോസയുണ്ട്, നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളമാണ്. കട്ട്ലറ്റ് ഉണ്ട്, കാരക്കയുണ്ട്, ഓക്കെ പച്ചവെള്ളമുണ്ട്. കണ്ടുകൂടോ? സിനി വന്നോളൂ കേട്ടോ. ഞങ്ങളിവിടെ ഇരുന്നു, ഓരൊക്കെ അവിടെ ഇരുന്നു. നല്ല എക്സ്പ്രഷൻ മാറ്റിക്കോളി നടക്കേണ്ടത്. വ്ളോഗാട്ടോ, വ്ളോഗിലാ എന്റെ സമൂസ കൊണ്ടുപോയി, അതും കൊണ്ടുപോയാ. കുറച്ച് കൊക്കവടി എടുത്തോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ബ്രദറാണ്, ആൾ ഇവിടെ ഇല്ല, ആൾ സൗദിയിലാണ്.
അപ്പോൾ അവനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, അതുപോലെ എൻ്റെ കുറേ വേറെ കസിൻസ് ഉണ്ട്, അവർക്കൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലില്ലാത്ത. പക്ഷെ അതൊന്നും വിഷയത്തിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ബ്ലോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മീന് തന്നതാ. എടുത്തുകൂടും കട്ട് ചെയ്യേ, കട്ട് ചെയ്യാതൊക്കെ എന്താ ഞാൻ ഒന്നെടുത്ത് കട്ട് ചെയ്തു. നേരത്തെ ഞാനേ ഒരു ചിക്ക് അടിച്ചു വെച്ചിട്ട് പോയി ബാബു ലാലല്ലേ എന്താണ് കൂട്ടത്ത് കുളിക്കും അങ്ങനെ കാണില്ല. ഓക്കെ എടാ കാണിച്ചോണ്ടടാ. സേ ഹായ്. സേ ഹായ്. അപ്പോൾ ഇതുവരെ ഒരു ബ്രദറാണ്, എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. ആളിപ്പോഴത്ത് സൗദി പോയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവർ കുറേ പേര് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു റീൽ എടുക്കുന്നത് പതിവാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സീരിയലത്തെ കഥ അറിയാം, മറ്റേ ഇതില് സീരിയലത്തെ കഥ അത് നീക്ക് വേണ്ട. നോക്കിയിരിക്കത്തുള്ളൂ. അതിനോട് നാണം കെട്ടവരെ ആണോ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ആണെങ്കിൽ ചെറുതായിട്ട് പോകുന്ന നടക്കാത്ത ട്രിപ്പിന്റെ ഗൈസ് നമ്മൾ നോമ്പൊക്കെ തുറന്നിറങ്ങി. എന്തൊക്കെ മറന്ന മാതിരി. അപ്പൊ നമ്മൾ ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. എവിടുക്കാ പോണോ? ആ മറ്റേ ഡ്രസ് എടുത്ത് പോവാ. പെരിന്തൽമണ്ണ ടൈമില്ലല്ലോ, 8:30. അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ പോണില്ല, നമ്മള് മലപ്പുറം എവിടെയോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ നോക്കാം. അപ്പൊ ഗൈസ് നമ്മള് പിന്നെ സിഡലിനെ വന്നു. ഞാൻ മാറ്റി വെച്ച ഡ്രസ്സിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് എടുത്തു. അത് ഏതാ ഡ്രസ്സ് എന്ന് നിങ്ങൾ പറയാനായിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇക്കാക്ക് ഷർട്ട് നോക്കാൻ വന്നതാണ്. ആരെ വകയത് പറയും. അത് പ്രത്യേകം എടുത്ത് പറയണം. എന്തെടുക്കാം, വേർത്ത് തീരണം. അപ്പൊ ഗൈസ് നമ്മൾ തിരുവിക്കാട് എത്തിയപാടെ നമ്മൾ സോഡ ഒഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കട്ടെ രസമുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.